ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി മാങ്ങ അച്ചാറുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മാങ്ങയുടെ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ആദ്യമായി 1 കിലോ മാങ്ങ ഞാൻ വാങ്ങിയായിരുന്നു. അത് ഞാൻ കഴുകി ചെറുതായിട്ടൊക്കെ അരിഞ്ഞു. രാത്രി കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷം രാവിലെ ആയപ്പോൾ ഉണങ്ങാനായിട്ട് വെച്ചു. ഒരു 5 മണിക്കൂറോളം വെയിലത്ത് വെച്ചു. അപ്പോൾ അതിൽ നിന്ന് ഉണങ്ങാൻ വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഊറി വന്ന 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു, ഉപ്പും മാങ്ങേൻ്റെ വെള്ളം. അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് പിന്നെ ഒരു തവ എടുത്ത് ഗ്യാസിൽ വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ കടുകിട്ടു, 1 ടേബിൾ സ്പൂൺ ഉലുവയും വിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി. അപ്പോൾ കടുകൊന്ന് പതിയെ പൊട്ടി വന്ന് ചൂടാക്കി. ഈ ഉലുവയും കടുകും കായമാണ് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ്. ഞാൻ അച്ചാർ പൊടിയൊന്നും ഇടാറില്ല, ഇതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ പൊടിയുണ്ട്, അച്ചാർ പൊടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ അച്ചാർ പൊടി ഇല്ലായിരുന്നു, അതാണ് ഉണ്ടാക്കിയത്. അത് മാറ്റി വെച്ചു. മിക്സിയിൽ ചെറിയ കപ്പിൽ നല്ലവണ്ണം വെള്ളം തൊടാതെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു തവ വെച്ചിട്ടു അതിനകത്തേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു. കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ ഒഴിക്കാണ്ട്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ടു. അത് നന്നായി പൊട്ടി വരുന്നത് വരേക്കും പൊട്ടി വരുന്ന സമയത്തേക്കും അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, ഒരു 1/2 കപ്പ് ഇഞ്ചിയുണ്ട്, 1/2 കപ്പ് വെളുത്തുള്ളിയുണ്ട്, ഒരു 10 പച്ചമുളകും ഒക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വിട്ടു അതിനകത്തേക്ക്. എന്നിട്ട് നല്ലവണ്ണം അതിൻ്റെ വെള്ളമയം, ഞാൻ ഈർപ്പമില്ലാണ്ട് തലേന്ന് കഴുകി വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചിയൊക്കെയാണ്, അപ്പോൾ ഈർപ്പമില്ല അതിൽ കേട്ടോ. അപ്പോൾ അത് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടു നല്ലവണ്ണം ആ മഞ്ഞൾ പൊടിയുടെയൊക്കെ സ്മെല്ല് വരുന്നത് വരെ നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മുളക് പൊടി ഇടാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച് മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ച കടുകും ഉലുവയുടെയും അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായി അത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. കരിയാൻ പാടില്ല, കളർ നഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴൊക്കെയാണ് ശരിക്കും ഇത് അച്ചാറിൻ്റെ മിശ്രിതമാകണത്. കായം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അച്ചാറിൻ്റെ മിശ്രിതമായി. അപ്പോൾ അതിനകത്തേക്ക് തലേന്ന് അരിഞ്ഞു വെച്ച് മാങ്ങ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആ വെള്ളം 1 ഗ്ലാസ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് ഈ മിശ്രിതം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെയിലത്ത് വെച്ച് വാട്ടി വെച്ച മാങ്ങ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം മാങ്ങയും ഈ മാങ്ങയിൽ നിന്ന് വന്ന വെള്ളവും മസാലക്കൂട്ടും എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് പാകമായി വരണുണ്ടേ. നല്ല വെന്തലിയുമില്ലല്ലോ, അലിയാൻ പാടില്ല ഈ മാങ്ങ പീസൊന്നും. പിന്നെ നന്നായിട്ട് ഇളക്കി കണ്ടോ മിക്സായി വരണുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു പൊടിക്കൈയുണ്ട്. അത് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ 1 ബീട്രൂട്ട് കൂടി മാങ്ങ ഉണങ്ങുന്നതിനൊപ്പം മാറ്റി സൈഡിൽ 1 ബീട്രൂട്ട് കൂടി ഉണക്കാൻ വെക്കും, ഗ്രേറ്റ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതാണ് ഈ അച്ചാറിന് ഇത്ര കളർ വരാൻ കാരണം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ നോർമൽ മുളക് പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് വിനാഗിരി ഞാൻ ചേർക്കാറില്ല, പക്ഷേ 1 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ നടുക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ വിനാഗിരിയിലേക്ക് 10 ഈന്തപ്പഴം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിനകത്തേക്ക് ഇട്ടിട്ട് ഈ മാങ്ങ കൊണ്ട് തന്നെ ഞാനത് മൂടി വെക്കുന്നു. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തനിയെ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. കാരണം ഇതിൽ ഒരുപാട് എണ്ണയില്ല, വിനാഗിരി ഇല്ല. എന്നാലോ ഇതൊന്ന് 1 മാസത്തിൽ കൂടുതൽ ഒരു കേടും കൂടാതെ പുറത്തിരിക്കും. പിന്നെ കുറച്ച് നമ്മൾ ഈ അച്ചാർ വെയിൽ കൊള്ളിക്കും. ഞാൻ കുപ്പിയപ്പടി പുറത്ത് വെച്ച് വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും അച്ചാർ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം.
ഞാൻ ആവശ്യത്തിനേ ഉപ്പിട്ടിട്ടുള്ളൂ. ഉപ്പ് അധികം വേണ്ടവർക്ക് ഉപ്പ് അധികം ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് അച്ചാറുണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ അച്ചാർ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ ആളാണ്. അപ്പോൾ ഓക്കെ, ബൈ.